പിന്നെ ഐഡിയാസിന് വേണ്ടി ചാറ്റ് ജിപിടിയും പിന്നെ ജെമിനിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. മൊബൈലിലും ലാപ്ടോപ്പിലും ഒന്നും ഈ 9ാം ക്ലാസ്സുകാരൻ വെറുതെ സമയം കളയുകയല്ല. മുഹമ്മദ് ഹാദിക്ക് ഈ പ്രായത്തിൽ തന്നെ പിടിപ്പത് ജോലിയുണ്ട്. സ്വന്തം സ്കൂളിലെ വാർഷികം മുതൽ നാട്ടിലെ സെവൻസ് ഫുട്ബോളിന് വരെ ഡിജിറ്റൽ പോസ്റ്ററുകൾ തയ്യാറാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. യൂട്യൂബ് വീഡിയോയിൽ കണ്ടതായിരുന്നു വീഡിയോ എഡിറ്റിംഗ്, VFX, മൾട്ടിമീഡിയ കോഴ്സ്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ അതിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കൗതുകത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീരിയസ് ആയി. ഇതൊക്കെ ചെയ്യുമ്പോഴും പഠനത്തിലും ഒന്നാമനാണ് ഹാദി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെയും പോസ്റ്റർ ഡിസൈൻ ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്തു. അവൻ 8ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ അവനൊരു പ്രോഡിജി എന്നുള്ള ലെവലിലാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ IT മികവ് ഞങ്ങൾ എല്ലാ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉപയോഗപ്പെടുത്താറുണ്ട്. അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റാണ്. സ്കൂളിലെ തന്നെ 9ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് അവൻ. ഈ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. പിന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ മാത്രം ആവരുത്, പഠിക്കാൻ വേണ്ടി ചെയ്യണം. സോഷ്യൽ മീഡിയ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും, എന്നെ അതിനെ ദുരുപയോഗം ചെയ്യാനും പറ്റും. നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെയാണെങ്കിൽ അത് ചീത്ത കാര്യങ്ങളിലേക്കാണ് പോവുക.